ക്ഷേമ പെൻഷൻ ഇനി നേരിട്ട് കൈകളിൽ എത്തില്ല. സഹകരണ സംഘങ്ങൾ വഴിയുള്ള ക്ഷേമ പെൻഷൻ വിതരണം നിർത്തലാക്കാൻ UDF സർക്കാർ. ക്ഷേമ പെൻഷൻ ഇനി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമേ എത്തുകയുള്ളൂ. ഇത് സംബന്ധിച്ച അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കി. നിർഭൻ ചക്രവർത്തിയാണ് ചേരുന്നത്. നിർഭൻ, LDF സർക്കാരിന്റെ കാലത്താണ് ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ സഹകരണ ബാങ്കുകൾ വഴി നേരിട്ടെത്തിക്കുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നത്. അത് ഈ പ്രായത്തിന്റെ ആവശ്യതയുള്ളവർക്കൊക്കെ വലിയ സഹായമായിരുന്നു. അതും നിർത്തലാക്കുകയാണല്ലേ? തീർച്ചയായും കഴിഞ്ഞ 10 വർഷക്കാലം LDF സർക്കാർ വയോജനങ്ങൾക്ക് വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുന്നവർക്ക് നേരിട്ട് അവരുടെ കൈകളിലേക്ക് പ്രതിമാസം ക്ഷേമ പെൻഷൻ എത്തിച്ചു. അത് വലിയ തരത്തിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം നൽകുന്ന പദ്ധതിയായിരുന്നു. വലിയ പിന്തുണയായിരുന്നു ജനങ്ങളിൽ നിന്ന് ലഭിച്ചത്. സർക്കാർ മാറിയതോടുകൂടി ആ സംവിധാനം നിർത്തലാക്കുന്നു എന്നതാണ് അതീവ ഗൗരവതരമായ കാര്യം. ഇനി ക്ഷേമ പെൻഷൻ വിതരണത്തിൽ നിന്ന് സഹകരണ ബാങ്കുകളെ ഒഴിവാക്കിക്കൊണ്ടിട്ടുള്ള ഉത്തരവ് ധനകാര്യ വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള KR ജ്യോതിലാലിന്റെ ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നു. ഈ ഉത്തരവോടുകൂടി ഇനി ക്ഷേമ പെൻഷൻ വിതരണത്തിൽ നിന്ന് സഹകരണ ബാങ്കുകൾ ഒഴിവാക്കുകയാണ്. ആധാർ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ട് വഴി മാത്രമേ ഇനി ക്ഷേമ പെൻഷൻ ലഭിക്കുകയുള്ളൂ. ഗുണഭോക്താക്കളുള്ള ക്ഷേമ പെൻഷനിൽ ഇനി ബാങ്ക് അക്കൗണ്ട് വഴി ലിങ്ക് ചെയ്യുന്നു. അതിലേക്കായിരിക്കും പ്രതിമാസമുള്ള ഈ ക്ഷേമ പെൻഷൻ കൈമാറുക. ഇനി നേരിട്ട് സഹകരണ ബാങ്കുകൾ വഴി വിതരണം ചെയ്തിരുന്ന ആ ഒരു വലിയ സേവനം സഹകരണ വകുപ്പിന്റെ ജീവനക്കാരൻ ചുമതലപ്പെടുത്തുന്നതനുസരിച്ച് എവിടെയാണോ താമസിക്കുന്ന ആ വീടുകളിലേക്ക് നേരിട്ട് സഹകരണ ജീവനക്കാരൻ എത്തുന്നു. ആ ഗുണഭോക്താവിന്റെ കൈകളിലേക്ക് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ക്ഷേമ പെൻഷൻ തുക കൈമാറുന്നു. അതിന്റെ സന്തോഷം നേരിട്ട് അതിന്റെ ദൃശ്യങ്ങൾ കേരളം കണ്ടതാണ് കഴിഞ്ഞ 10 വർഷം. ഇനി അതുണ്ടാവില്ല. ക്ഷേമ പെൻഷൻ ബാങ്കുകളിലേക്ക് നേരിട്ടായിരിക്കും എത്തുക. അത് സംബന്ധിച്ച് ഈ ജ്യോതിലാലിന്റെ ഉത്തരവിൽ പറയുന്ന കാരണങ്ങൾ എന്ന് പറയുന്നത് ഇത് ആധാർ ലിങ്ക് ആയതുകൊണ്ട് തന്നെ ഗുണഭോക്താക്കൾക്ക് ഒന്നിലധികം ക്ഷേമ പെൻഷൻ എത്തുന്നു എന്ന ഒരു കാരണമാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ സഹകരണ സംഘങ്ങൾക്ക് നൽകേണ്ട ഇൻസെന്റീവ് ഇനത്തിൽ വലിയ ചിലവ് സംസ്ഥാന സർക്കാരിന് വരുന്നു. ഒപ്പം തന്നെ വീടുകളിലെത്തി പെൻഷൻ വിതരണം ചെയ്യുന്ന രീതി തുടരുന്നതിലൂടെ എന്തായാലും സഹകരണ ബാങ്കുകൾ വഴി ക്ഷേമ പെൻഷൻ നേരിട്ട് കൈകളിലേക്ക് എത്തിയിരുന്ന ആ ഒരു സംവിധാനത്തിനും പൂട്ടിടുകയാണ് VD സതീശൻ സർക്കാർ. നിർഭൻ ചക്രവർത്തിയാണ് വിശദാംശങ്ങൾ നൽകിയത്.